നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നെതന്യാഹു വാഷിംഗ്ടണിൽ ഇന്ന് ഹമാസുമായി രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് തുടക്കമിടാനിരുന്നതാണ് നെതന്യാഹു. ആ ചർച്ചകൾ താൽക്കാലികമായി മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ നെതന്യാഹു ട്രംപിനെ നേരിൽ കാണാനായി യുഎസിലെത്തിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു നന്ദികെട്ടവനെന്ന് ഒരിക്കൽ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നു. കഴിഞ്ഞ തവണ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ട് ജോ ബൈഡൻ അധികാരത്തിലെത്തിയപ്പോൾ ബൈഡനെ പ്രശംസിച്ച നെതന്യാഹുവിന് നേർക്കായിരുന്നു അന്ന് ട്രംപ് ആക്രോശമുയർത്തിയത്. നന്ദികെട്ടവൻ എന്ന് നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചു. തൻ്റെ ആദ്യ ഭരണകാലത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച ലോക നേതാവായിരുന്നു നെതന്യാഹു ട്രംപിനെ സംബന്ധിച്ച്. എന്നാൽ ട്രംപിനെതിരായ വിജയത്തിൽ അഭിനന്ദിക്കാൻ നെതന്യാഹു ജോ ബൈഡനെ വിളിച്ചത് ട്രംപിന് ഇഷ്ടമായില്ല. ബീബിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു, ഇതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അദ്ദേഹം ഒരു ഭയങ്കര തെറ്റു ചെയ്തു. അതുകൊണ്ട് തന്നെ പുതിയ ജനവിധി നേടി അമേരിക്കൻ പ്രസിഡന്റ് കസേരയിലേക്ക് ട്രംപ് എത്തുമ്പോൾ നെതന്യാഹുവിനോട് പ്രതികാരം ചെയ്യുമോ എന്ന് ലോകം ഭയപ്പെട്ടിരുന്നു. ഏറെ ദുർബലനായ പ്രധാനമന്ത്രിയാണിപ്പോൾ ഇസ്രയേൽ ഭരിക്കുന്നത് എന്ന് ശത്രുക്കൾ പറയുന്നു. ഒരു വശത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഹമാസിന് കീഴടങ്ങുന്നതായി കരുതുന്ന ഒരു ബന്ദി കരാറിൽ നെതന്യാഹു ഭരണകൂടം ഒപ്പുവെച്ചതിനെ വിമർശിക്കുന്നത് സ്വന്തം മന്ത്രിസഭയിലുള്ളവർ തന്നെ. വലതുപക്ഷ സഖ്യത്തിലെ മിക്ക കക്ഷികളും ഈ ബന്ദി കരാറിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. മറുവശത്ത് നെതന്യാഹുവിൻ്റെ ആരോഗ്യം അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. 75 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ പോസ്ട്രേറ്റ് ഇക്കഴിഞ്ഞ മാസമാണ് നീക്കം ചെയ്തത്. 2023 നിർജ്ജലീകരണം മൂലം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതേ അവസരത്തിൽ ഒരു പേസ് മേക്കറും ഘടിപ്പിച്ചിരുന്നു. ശാരീരിക സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ പ്രകടമാണ്. മറുവശത്ത് രാപ്പകൽ ജോലി ചെയ്യുന്ന ഒരു നേതാവാണ് നെതന്യാഹു. രാത്രി ഏറെ വൈകിയും നിർണായകമായ മീറ്റിംഗുകൾ നടത്തുന്നു. ഞായറാഴ്ച പുലർച്ചെ തന്റെ ലിമോസിനിൽ നിന്ന് പുറത്തു വന്ന് വിങ് ഓഫ് സിയോണിൽ കയറുന്നതിന് മുൻപ് അദ്ദേഹം കൈവീശിക്കാട്ടി. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു യാത്രയ്ക്ക് അദ്ദേഹം പുറപ്പെട്ടു. നെതന്യാഹുവിൻ്റെ കാലടികൾ ഇടുങ്ങിയിരുന്നു, കണ്ണുകൾ വീർത്തിരുന്നുവെന്നൊക്കെ ഇസ്രയേൽ മാധ്യമങ്ങൾ കുറിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ട്രംപിനെ കാണുന്നതിനായി പുറപ്പെടുമ്പോൾ ഒരു പരിഭ്രമമുണ്ടായിരുന്നു. നെതന്യാഹുവിനൊപ്പം ഒരു മെഡിക്കൽ സംഘവും വാഷിംഗ്ടണിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പേഴ്സണൽ ഡോക്ടർക്ക് പുറമെ ഒരു യൂറോളജിസ്റ്റും കാർഡിയോളജിസ്റ്റും ഒക്കെ വിമാനത്തിലൊപ്പമുണ്ട്. ലോകത്തിലെ മിക്ക നേതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു രണ്ടാം ട്രംപ് ഭരണം തുടങ്ങിയത്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർക്കശമായ നിലപാടുകൾ, മറുവശത്ത് ഇറക്കുമതി ടാരിഫുകൾ ചുമത്തി അമേരിക്കൻ ജനതയെ രക്ഷിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. എന്നാൽ ട്രംപ് ഇസ്രയേലിനെയും നെതന്യാഹുവിനെയും ചേർത്ത് പിടിച്ചു. നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ട്രംപിന്റെ മറ്റൊരു പ്രസ്താവന: ഇസ്രയേൽ തങ്ങളുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടണം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി ആദ്യമായി US പ്രസിഡന്റിനെ സന്ദർശിക്കുന്ന ലോക നേതാവ് എന്ന വിശേഷണം ഇപ്പോൾ നെതന്യാഹുവിന്. ഇത് നെതന്യാഹുവിന്റെ നയതന്ത്ര ചാതുര്യ വിജയമാണ് എന്ന് ഇസ്രയേലികൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബീബിയെ ട്രംപിന് ഇഷ്ടമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രയേലിനും US-നും ഇടയിൽ നിരവധി നയതന്ത്ര ചർച്ചകൾ. ഹമാസ്, ഇറാൻ തുടങ്ങിയ പൊതുശത്രുക്കൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത ഇസ്രയേൽ ട്രംപിനെ ബോധ്യപ്പെടുത്തി. ഒടുവിൽ വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് ക്ഷണിക്കുന്ന ആദ്യ നേതാവായി നെതന്യാഹു മാറി. ഇത് നെതന്യാഹുവിന്റെ വ്യക്തിപരമായ വിജയത്തെക്കാൾ ഇസ്രയേലിന്റെ വിജയമെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. മേഖലയിൽ ഇനി നെതന്യാഹു വൻ പദ്ധതികൾക്ക് തുടക്കമിടും. മധ്യേഷ്യയിൽ അമേരിക്കയ്ക്ക് വലിയ താൽപ്പര്യങ്ങളുണ്ട്. മധ്യേഷ്യയിലുള്ള തങ്ങളുടെ വിസ്തൃതി കൂട്ടുമെന്ന് ട്രംപ് പറയുന്നത് ഇസ്രയേലിനെ മുൻനിർത്തി തന്നെ. നേരത്തെ ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞു എന്ന പേരിൽ ജോ ബൈഡൻ ഭരണകൂടം നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇസ്രയേലിന് നേർക്ക്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചിരുന്നു. ഇപ്പോഴിതാ ട്രംപ് പറയുന്നു ബൈഡൻ ഭരണകൂടം ഇസ്രയേലിനെ ആവർത്തിച്ച് ആക്രമിച്ചുവെന്ന്. യൂറോപ്പിലെ മുൻകാല സുഹൃത്തുക്കളും നെതന്യാഹുവിനെ ചതിച്ചുവെന്ന്. തുർക്കിയിലെ എർദോഗനെ പോലെയുള്ള പരസ്യ ശത്രുക്കൾക്ക് ഇസ്രയേലിനെ വെല്ലുവിളിക്കാൻ അവസരമൊരുക്കിക്കൊടുത്തത് ഒരിക്കൽ തങ്ങളുടെ മിത്ര രാജ്യങ്ങളാണ് എന്ന് ട്രംപ് പറയുന്നു. ഇസ്രായേലിന്റെ രക്തം പണത്ത് നടന്ന ശത്രുക്കൾ ഒടുവിലിത 15 മാസങ്ങൾക്ക് ശേഷം മാളത്തിൽ ഒളിച്ചിരിക്കുന്നു. നെതന്യാഹു തങ്ങളുടെ രാജ്യത്ത് വന്നിറങ്ങിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് വരെ ഒരിക്കൽ അവരുടെ സുഹൃത്തുക്കളായിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നുവെന്ന് ട്രംപ് പറയുന്നു. നെതന്യാഹുവിനോട്
ട്രംപിനോട് ട്രംപ് പുലർത്തുന്ന മനോഭാവമാണ് ഇപ്പോൾ ഇസ്രായേലികൾക്ക് പുതിയ ആത്മവീര്യം പകർന്ന് കിട്ടാനുള്ള മുഖ്യ കാരണം. ഇതുവഴി മറ്റൊരു ലക്ഷ്യം കൂടി ഇസ്രായേലിനും നെതന്യാഹുവിനുമുണ്ട്: അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടികൾ മന്ദീഭവിപ്പിക്കുക. അയർലൻഡിനും കൃത്യമായ മുന്നറിയിപ്പാണ് ഇസ്രായേലും ട്രംപും നൽകുന്നത്. ദക്ഷിണാഫ്രിക്കയോട് ഏറ്റവും മനോഭാവമുള്ള രാജ്യമാണ് അയർലൻഡ്. ദക്ഷിണാഫ്രിക്കയാണ് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വ്യവഹാരവുമായി ചെന്നത്. ഐറിഷ് നേതാക്കൾ തുടർച്ചയായി ഇസ്രായേലിനെ വിമർശിക്കുന്ന നിരവധി അധിക്ഷേപങ്ങളാണ് ഉയർത്തിയത്. ഒടുവിൽ ജെറുസലേം ഡബ്ലിനിലെ തങ്ങളുടെ എംബസി അടച്ചുപൂട്ടുമെന്നും അയർലൻഡ് പ്രഖ്യാപിച്ചു. എന്നാൽ അയർലൻഡിന്റെ കോർപ്പറേറ്റ് നികുതി നയങ്ങൾ തങ്ങളുടെ ചിലവിലാണെന്ന് ഓർക്കണമെന്ന് ട്രംപ് പറഞ്ഞതോടെ അയർലൻഡിനും ഭയം ഉള്ളിൽ പൊട്ടി. ഞായറാഴ്ചയാണ് നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയത്. തൊട്ടു പിന്നാലെ ട്രംപിന്റെ ചില നയപ്രഖ്യാപനങ്ങൾ. ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള എല്ലാ ഭാവി ധനസഹായങ്ങളും നിർത്തലാക്കുകയാണ് എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കൃത്യമായ ആയുധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ട്രംപ് തൊടുക്കുന്നത്. ഏറെ ദുർബലരായ ഇറാൻ ഏതെങ്കിലും വിധത്തിൽ ആണവായുധ നിർമ്മാണത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്ന് ട്രംപ് തിരിച്ചറിയുന്നു. തങ്ങളുടെ ഉറ്റമിത്രമായ ഇസ്രായേലിനെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ ട്രംപ് കരുക്കൾ നീക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ നടത്തിയ ആ ഭീകരാക്രമണം, അതിനുശേഷം ഇറാനെ കാത്തിരിക്കുന്ന തിരിച്ചടിയുടെ നീണ്ട ദിനങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിക്കാണ് ഇപ്പോൾ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച വഴിവെക്കുകയെന്ന് നയതന്ത്ര വിദഗ്ധർ പറയുന്നു. ഇറാനെയും അതിന്റെ പ്രോക്സികളെയും എന്നേക്കുമായി നിർവീര്യമാക്കാനുള്ള തന്ത്രങ്ങൾ നെതന്യാഹുവും ട്രംപും തമ്മിൽ നടക്കുന്ന കൂടിയാലോചനയുടെ മുഖ്യ വിഷയമാകും. മാസങ്ങൾക്ക് മുൻപ് ഡൊണാൾഡ് ട്രംപ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. താൻ അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മുഴുവൻ വീണ്ടെടുക്കണമെന്നുമാണ് ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇവിടെയാണ് കൂടുതൽ അനിശ്ചിതത്വം പടരുന്ന ചില സംഭവ വികാസങ്ങൾ. ഒന്നാം വട്ട ബന്ദിക്കരാർ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. രണ്ടാം ഘട്ട ബന്ദിക്കരാർ ചർച്ചകൾ തുടങ്ങാനിരിക്കുന്നു. എന്നാൽ രണ്ടാം ഘട്ട ബന്ദിക്കരാറിലേക്ക് നീങ്ങുക ഇസ്രായേലിനെ സംബന്ധിച്ച് പരീക്ഷണ ഘട്ടമാണ്. സൈനിക പ്രായത്തിലുള്ള പുരുഷ ബന്ദികളെ മോചിപ്പിക്കാനാണ് രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ശ്രമിക്കുക. ഗാസയിലെ ഹമാസ് കമാൻഡർമാരെ നാടുകടത്താനും നിരായുധീകരിക്കാനും ഒക്കെ സമ്മതിക്കുന്ന ഒരു കരാറിന് മാത്രമേ രണ്ടാം ഘട്ടത്തിൽ താൻ അംഗീകാരം കൊടുക്കൂ എന്ന് നെതന്യാഹു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹമാസ് അവ നിരസിച്ചാൽ കരാർ തകരാൻ അത് കാരണമാകും. അങ്ങനെ സംഭവിച്ചാൽ ഹമാസിനെതിരെയുള്ള സൈനിക നീക്കം മാത്രമാകും നെതന്യാഹുവിന് മുന്നിൽ. ഇസ്രായേലിൽ ഇത് വൻതോതിൽ വിമർശനങ്ങൾക്കിടവരുത്തും. ഇതുവരെ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കത്തെക്കാൾ ഭയാനകമായിരിക്കും ഇനി അത്തരമൊരു യുദ്ധഘട്ടത്തിലെത്തിയാൽ ഇസ്രായേലിന് നേരിടേണ്ടി വരിക. രൂക്ഷമായ ആക്രമണം വീണ്ടും ഗാസ മുനമ്പിൽ വ്യാപിപ്പിക്കാൻ നെതന്യാഹു നിർബന്ധിതനാകും. ഇവിടെയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ വിശാലമാക്കാൻ ട്രംപ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഗാസ മുനമ്പിലെ ജനങ്ങളെ ഈജിപ്തും ജോർദാനുമൊക്കെ സ്വീകരിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതും ഇത്തരമൊരു ഘട്ടം മുൻനിർത്തി. ട്രംപ് ഭരണകൂടവുമായി ചേർന്ന് രണ്ടാം വട്ട ബന്ദിക്കരാറിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാവും ഇനി നെതന്യാഹു മനസ്സിൽ കുറിക്കുന്നത്. ഇതുതന്നെയാവും നെതന്യാഹുവിന്റെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യവും. നെതന്യാഹുവിന്റെ മനസ്സിലുള്ള ബന്ദിക്കരാർ വ്യവസ്ഥകൾ ട്രംപിനെ അദ്ദേഹം അറിയിക്കും. തുടർന്ന് ഈജിപ്തിനെയും ഖത്തറിനെയും ഒക്കെ ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയിക്കും. അതിനുശേഷം ഹമാസിന്റെ അനുമതിക്കായി ഈ ബന്ദിക്കരാർ വ്യവസ്ഥകൾ അവർക്ക് മുന്നിൽ വയ്ക്കും. ഇസ്രായേലിന് അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി ആവശ്യങ്ങൾ ഹമാസ് രണ്ടാം ഘട്ട ബന്ദിക്കരാറിൽ മുന്നോട്ട് വയ്ക്കുമെന്നുറപ്പാണ്. 2017 ഫെബ്രുവരിയിലും മാർച്ചിലുമൊക്കെ നെതന്യാഹു അമേരിക്കയിലേക്ക് ചില യാത്രകൾ നടത്തിയിരുന്നു. ട്രംപിനെ സന്ദർശിക്കുക മാത്രമായിരുന്നില്ല നെതന്യാഹുവിന്റെ ലക്ഷ്യം. നെതന്യാഹു ബ്രിട്ടൻ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, റഷ്യ, ചൈന എന്നിവിടങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്തു. ആ രാജ്യ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. അന്ന് നെതന്യാഹു എന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു ഈ രാജ്യങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത നെതന്യാഹു അതിനുശേഷം സ്വന്തം രാജ്യം വിടുന്നത് ഇതാദ്യം. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ നയതന്ത്ര നീക്കങ്ങൾക്കാണ് നെതന്യാഹുവിന്റെ ശ്രമം. ട്രംപിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെതന്യാഹു നടത്തുന്ന അടുത്ത പ്രഖ്യാപനം എന്തായിരിക്കും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.